പുതിയ ഐഫോൺ റിലീസിനെ കുറിച്ചുള്ള സംസാരിക്കുന്നത്. ഐഫോൺ 4 പുതിയ മോഡലുകളായിട്ടാണ് വിപണിയിൽ വന്നിരിക്കുന്നത്. 4 മോഡലുകളിൽ വളരെയധികം അഫോർഡബിളായ ഒരു മോഡലാണ് ഐഫോൺ 12 മിനി. പിന്നെയുള്ള മോഡൽ ഐഫോൺ 12. ആപ്പിൾ ഏറ്റവും കൂടുതൽ വിൽപ്പന പ്രതീക്ഷിക്കുന്ന ഈ മോഡലിൽ നിന്നാണ് ന്യൂസുകളിൽ നിന്നെല്ലാം നമുക്കറിയാൻ പറ്റിയത്. പിന്നെയുള്ളത് ഐഫോൺ 12 പ്രോ ആൻഡ് 12 പ്രോ മാക്സ്. പിന്നെ 12 പ്രോ മാക്സിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ബാക്കി ഒരു മോഡലുകളിലും ഇല്ലാത്ത ലിഡാർ സെൻസർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലിഡാർ സെൻസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് എ ഐ ആൻഡ് ഓഗ്മെന്റഡ് റിയാലിറ്റി സെഗ്മെന്റിൽ ഇത് വലിയൊരു. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ആപ്പിൾ ഒക്ടോബർ 13 ലോഞ്ച് ചെയ്ത ഐഫോൺ 12 വിശേഷങ്ങളുമായിട്ടാണ്. ഐഫോൺ 12 ഇതിൽ മുമ്പിലത്തെ മോഡലിൽ നിന്നും അത് ഫസ്റ്റ് ഓഫ് ഓൾ അത് വളരെയധികം അട്രാക്റ്റീവ് ആയത് അതിൻ്റെ ഷേപ്പിൽ വന്ന ചേഞ്ചാണ്. അത് ഒട്ടും പുതിയൊരു ഷേപ്പല്ല. നമ്മളത് ഐഫോൺ 4 മുതൽ കണ്ടുവരുന്ന ഐഫോൺ 4 മുതൽ 5S ആൻഡ് 5SE വരെ SE വരെ കണ്ടിരുന്ന സെയിം സ്ക്വയർ ടൈപ്പ് ഷേപ്പാണ്. പിന്നെ ഇതിൽ വരുത്തിയിരിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിലെ സെറാമിക് ഗ്ലാസസ് ആണ്. അത് പറയുന്നത് 4 times phone that are available in the market, and it will be durable compared to the other. As always, Apple claim ചെയ്തിരിക്കുന്നത് 50 times faster phones ആണ് ഏത് ഒരു സ്മാർട്ട് ഫോൺ അപേക്ഷിച്ചു. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ചാൽ പതിവിന് വിരുദ്ധമായി നോൺ പ്രോ മോഡൽസുകളിലും LED ഡിസ്പ്ലേ ആണ് ആപ്പിൾ കൊടുക്കുന്നത്. 12 മിനി തൊട്ട് എല്ലാ ഫോണിലും എല്ലാ മോഡലുകളിലും നമുക്ക് കിട്ടുന്നത് LED ഡിസ്പ്ലേ ആണ്. സൂപ്പർ AMOLED സാംസങ് ഫോണുകളിൽ കാണുന്ന സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. പിന്നെ സാധാരണയിൽ പ്രോ 2 മോഡലുകളിലും വളരെ മൈനർ ഡിഫറൻസ് ആണ് നമ്മൾ കണ്ടിരുന്നത്. അത് ഒന്ന് ബാറ്ററി സൈസിലുള്ള ഡിഫറൻസ്, പിന്നെ ഫോൺ സൈസിൽ. ഇപ്രാവശ്യം 11 പ്രോ മാക്സ് മോഡലിൽ ലിഡാർ സെൻസറിൻ്റെ സാധ്യതകൾ ഉപയോഗിച്ച് ക്യാമറ വളരെയധികം ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇപ്രാവശ്യം പ്രോ മാക്സ് മോഡലിൽ വാങ്ങാൻ ഒരു കാര്യം, വളരെയധികം ക്യാമറ യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഐഫോൺ 12 പ്രോ മാക്സ് മോഡൽ കൺസിഡർ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. എല്ലാ ഐഫോൺ ക്യാമറകൾ വളരെ നല്ലതാണെങ്കിലും കൂടുതൽ ഫീച്ചേഴ്സുകൾ ഒരു ടെലിഫോട്ടോ ക്യാമറ ഹാവ് ആഡഡ് ഇൻ 12 ആൻഡ് 12 പ്രോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലിഡാർ സെൻസർ ഉണ്ട്. ഇത് സാധാരണ നാസ ഉപയോഗിച്ച് മാത്രമാണ് ചന്ദ്രനിലെ വേണ്ടിയിട്ട് ARന്റെ സാധ്യത ഉപയോഗിക്കുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് വളരെയധികം ഡെവലപ്പേഴ്സിനാണെങ്കിലും യൂസേഴ്സിനാണെങ്കിലും ഇപ്പോൾ ഒരു റൂം അറേഞ്ച് ചെയ്യുന്ന രീതി, ഇപ്പോൾ നമുക്ക് ചെയറില്ലാത്ത സാധനം ചെയർ കൊണ്ടുവച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ലിഡാർ സെൻസർ വെച്ച് AR ചെയ്യുമ്പോൾ അതൊന്നും കൂടി റെൻഡറിങ് അവർക്ക് അതിൻ്റെ കൂടുതൽ ഡെപ്തും ഇതൊക്കെ വളരെയധികം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ARന്റെ കാര്യത്തിൽ വളരെ ഒരു വ്യത്യാസമായിരിക്കും പ്രോ മോഡൽസ്. സോ ഇപ്പോൾ ഡെവലപ്പേഴ്സ് ഓർ കുറച്ചുകൂടി ഫോട്ടോസ് AR ഇതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ പ്രോ മോഡൽസ് വാങ്ങാൻ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ വളരെയധികം സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ $9 ഇതിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ വരുമ്പോൾ അറൗണ്ട് 79,000 ആണ്. വളരെ ഒരു രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ ഫോൺ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലും UAE നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഫോൺ വാങ്ങിച്ചാൽ വളരെയധികം 40,000 ഡിഫറൻസ് കാണിക്കുന്നുണ്ട്. എസ്പെഷ്യലി 12 പ്രോ മോഡൽ 84,000 റുപ്പീസ് ഇന്ത്യൻ റുപ്പീസിന് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെ
മറ്റ് മോഡൽസിനും അത് കുറഞ്ഞും കൂടിയിരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ഇഫ് യു ആർ മൊബൈലൊക്കെ വാങ്ങാനത്തെ റെഡി ആണ് നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറ്റില്ല. നമ്മളിവിടെ നിന്ന് തന്നെ ആപ്പിൾ സ്റ്റോറിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ ആമസോണിൽ നിന്നൊക്കെ വാങ്ങേണ്ടി വരും. ഇതൊക്കെയാണ് ഐഫോൺ 12ൻ്റെ എൻ്റെ വിശേഷങ്ങൾ. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇപ്പോൾ കണ്ട അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. എന്നിട്ട് ഞാൻ അടുത്ത ഒരു ബൈ.